പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചില ആളുകൾ ഭയങ്കര അടിപൊളിയാവുകയും ചില ആളുകൾ അതിന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓരോ പൈസയും വളരെ ശ്രദ്ധയോടെ മാത്രം ചെലവാക്കുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇത് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് മാത്രമായിരിക്കും ഇതിന് പിന്നിലെ രഹസ്യം? അതോ അതിനേക്കാൾ അപ്പുറത്ത് മറ്റെന്തെങ്കിലും സീക്രട്ട് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവുമോ? ആക്ച്വലി കയ്യിലുള്ള പണം എങ്ങനെ നന്നായി ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുന്നതിൽ തന്നെയാണ് ഇതിന്റെ രഹസ്യം കിടക്കുന്നത് എന്നുള്ളതാണ് സത്യം. പണം സേവ് ചെയ്യുന്നത് മാത്രമല്ല, സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടിയാണ് ഇത് സാധ്യമാക്കുന്നത്. സമ്പത്ത് ഉണ്ടാക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും കുറെ വഴികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ? ഇത് ഒരു പുസ്തകത്തിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാം എന്നുകൂടി പറഞ്ഞാലോ? വെൽത്ത് മാനേജ്മെന്റ് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ തന്നെ ഒരു പുസ്തകം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും. യെസ്, ജോർജ് എസ് ക്ലാസൻ എഴുതിയ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ. ഈ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത്. വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റിക്ക് പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഗ്രോ മലയാളം. ജോർജ് എസ് ക്ലാസൻ എഴുതി ആദ്യമായി 1926 പ്രസിദ്ധീകരിച്ച പേഴ്സണൽ ഫിനാൻസ് ബുക്കായ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ബാബിലോൺ. അവിടെ നടക്കുന്ന കഥകളിലൂടെയാണ് ഈ പുസ്തകം സാമ്പത്തിക ഉപദേശങ്ങളും തത്വങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഫിക്ഷൻ ആണെങ്കിലും ഈ കഥകൾ പണം കൈകാര്യം ചെയ്യുന്നതിന്റെയും സമ്പത്ത് ഉണ്ടാക്കുന്നതിന്റെയും കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ബാബിലോണിൽ ഒരു പാവപ്പെട്ട ക്ലർക്കായിട്ട് തുടങ്ങി പിന്നീട് ആ നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ അർക്കാദ് എന്ന ആളെ ചുറ്റിപ്പറ്റിയാണ് ഈ പുസ്തകം. ഒരുപാട് സംഭാഷണങ്ങളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയും അർക്കാദ് തന്റെ അറിവ് മറ്റുള്ളവർക്ക് നൽകി അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ പുസ്തകങ്ങൾ ചെയ്യുന്നത്. സമ്പാദ്യം, നിക്ഷേപം, ചിലവ് ചുരുക്കൽ, സാമ്പത്തിക അറിവ് നേടൽ എന്നിവയുടെ പ്രാധാന്യം ഉൾപ്പെടെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ പല പ്രധാന പാഠങ്ങളും എടുത്തു പറയുന്നുണ്ട്. അച്ചടക്കമുള്ള സമ്പാദ്യശീലത്തിന്റെ ശക്തി ഊന്നി പറയുന്ന ഇതിൽ വായനക്കാരോട് തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം സേവിങ്സ് ആയിട്ട് നീക്കി വെക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യവും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചും ലാഭകരമായ അവസരങ്ങൾ കണ്ടെത്തുന്നതിനെ കുറിച്ചും പുസ്തകം എടുത്തു പറയുന്നു. കൂടാതെ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാനും അധിക ബാധ്യതകൾ ഒഴിവാക്കാനും ഇൻഷുറൻസും റിസ്ക് മാനേജ്മെന്റും വഴി സാമ്പത്തിക സംരക്ഷണം ഉറപ്പുവരുത്താനും വ്യക്തികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അറിവും സാമ്പത്തിക രംഗത്തെ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാനും മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പുസ്തകം ഊന്നി പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പോലും ഈ ക്ലാസിക് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന വിലമതിക്കാനാവാത്ത പാഠങ്ങൾ വായനക്കാരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സത്യം. അപ്പോൾ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ജോർജ് എസ് ക്ലാസൻ ആരായിരുന്നു? ജോർജ് എസ് ക്ലാസൻ എന്നറിയപ്പെടുന്ന ജോർജ് സാമുവൽ ക്ലാസൻ ഒരുപാട് കഴിവുകളുള്ള ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. മിസോറിയിലെ ലൂസിയാനയിൽ 1874 ജനിച്ച അദ്ദേഹം 1957 കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഉടനീളം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയിൽ സ്പാനിഷ് അമേരിക്കൻ വാറിലൊക്കെ സോൾജറായിട്ട് അദ്ദേഹം സേവനം നടത്തുകയുണ്ടായി. കൂടാതെ മികച്ച ബിസിനസ് മാനും എഴുത്തുകാരനും കൂടിയായിരുന്നു അദ്ദേഹം. ചിലവ് ചുരുക്കലിന്റെയും സാമ്പത്തിക വിജയത്തിന്റെയും അറിവ് നൽകുന്ന നിരവധി ലഘുലേഖകൾ അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. പഴയകാല ബാബിലോണിലെ ഉദാഹരണങ്ങൾ വെച്ചാണ് 1926 ഈ പാംലെറ്റുകൾ അദ്ദേഹം പുറത്തിറങ്ങുന്നത്. ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഈ ലഘുലേഖകൾ, കഥകൾ വിവർത്തനം ചെയ്ത് ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവയിൽ ഏറ്റവും പ്രശസ്തമായവ സമാഹരിച്ചാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകമാക്കിയത്. അപ്പോൾ ബുക്കിന്റെ എഴുത്തുകാരനെ കുറിച്ചും പുസ്തകത്തിനെ കുറിച്ചുമുള്ള ഒരു ഓവർവ്യൂ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരുപാട് വായനക്കാരുടെ ജീവിതം മാറ്റിമറിച്ച ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ബുക്ക് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ ഇതിലുണ്ട്. പക്ഷെ നമുക്കിവിടെ എഴുത്തുകാരൻ കനം കുറഞ്ഞ പേഴ്സണുള്ള 7 പ്രതിവിധികൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള 7 ഇമ്പോർട്ടന്റ് ലേണിംഗ്സ് മാത്രം എടുത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഇതിൽ അവസാനത്തെ അറിവ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോയിലെ എല്ലാ അറിവുകളും നിങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവസാനത്തേത്, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതായിരിക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഫോർ ഈച്ച് 10 കോയിൻസ് ഏൺഡ് സ്പെൻഡ് ഓൺലി 9 ആൻഡ് സേവ് 1 എന്നാണ് ഈ ലേണിംഗിൽ പറയുന്നത്. 10 നാണയം സമ്പാദിച്ചാൽ അതിൽ 9 എണ്ണം മാത്രം ചെലവാക്കി ബാക്കി 1 നിങ്ങൾ സേവ് ചെയ്ത് വെക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം. ഈ പ്രിൻസിപ്പിൾ വായനക്കാരോട് പറയുന്നത് സമ്പാദിക്കുന്നതിൽ 10% സേവ് ചെയ്ത് ബാക്കിയുള്ളത് മാത്രമേ മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ട് ചെലവാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. വാടക, പലചരക്ക്, ഭക്ഷണം, അവശ്യ സാധനങ്ങൾ തുടങ്ങിയ ചെലവുകൾ മീറ്റ് ചെയ്യാനും ബില്ലുകൾ അടക്കാനും ഒക്കെ ആ 90% നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ 10% നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് സേവ് ചെയ്ത് പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഇവിടെ ഒരു പ്രത്യേക കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഈ പണം നീക്കി വെക്കുന്നത് നിങ്ങൾക്ക് മാത്രമായാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണോ ആവശ്യം അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പൈസ ചെലവാക്കാം എന്നേ അല്ല. പകരം ഇപ്പോൾ ആ പണം മാറ്റി വെക്കുന്നത് ഭാവിയിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതൊരു പക്ഷേ റിട്ടയർമെന്റിന് ശേഷം ജീവിക്കാനുള്ള തുക കണ്ടെത്താനാവാം, അല്ലെങ്കിൽ വീടിന്റെ ലോൺ അടക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഭാവിയിലെ മറ്റെന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആവാം. ഇതിന്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർത്തി, അതുപോലെ അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ആ ത്വര എന്നിവ അടക്കി വെച്ച് സേവിങ്സിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുക എന്നുള്ളതുമാണ്. വരുമാനത്തിൽ നിന്നും 10% സേവ് ചെയ്യുന്നതിലൂടെ കാലക്രമേണ ആ സേവിങ്സ് വളരും. എത്രമാത്രം നിങ്ങൾ സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ എത്രമാത്രം നിങ്ങൾ സേവ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതിലാണ് കാര്യം എന്നാണ് ഈ ലേണിംഗ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സേവിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതൊരു പ്രയോറിറ്റി ആക്കി കഴിഞ്ഞാൽ, സമ്പാദ്യം ഉണ്ടാക്കി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നേടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഈ പുസ്തകം പറഞ്ഞു വരുന്നത്. പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാചകം ഇങ്ങനെയാണ്: ഐ ഫൗണ്ട് ദ റോഡ് ടു വെൽത്ത് വെൻ ഐ ഡിസൈഡഡ് എ പാർട്ട് ഓഫ് ഓൾ ഐ ഏൺഡ് വാസ് മൈൻ ടു കീപ് ആൻഡ് സോ വിൽ യു. സമ്പാദിക്കുന്നതിൽ നിന്നും ഒരു ഭാഗം എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചത് മുതലാണ് സമ്പത്തിലേക്കുള്ള വഴി ഞാൻ കണ്ടെത്തിയത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ജീവിതത്തിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഇതിനുവേണ്ടി നിങ്ങളുടെ ഇൻകം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് ആ 10% മാറ്റി വെക്കാൻ തുടങ്ങുക. ഇതൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഫിസിക്കലി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ടായിരിക്കാം. ഇതൊരു ശീലമാക്കുകയും തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അടുത്ത ലേണിംഗ് എന്ന് പറയുന്നത് കൺട്രോൾ യുവർ എക്സ്പെൻസ്, നിങ്ങളുടെ ചിലവുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വരുമാനത്തിൽ നിന്ന് 10% മാറ്റി വെച്ചിട്ട് മാത്രം മറ്റേതിൽ നിന്നും പേ ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിന്റെ അർത്ഥം ഈ 10% മാറ്റി വെക്കാൻ പാകത്തിൽ നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുകൂടിയാണ്. നമ്മുടെ കയ്യിൽ അധികം പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പല ഫാൻസി സാധനങ്ങൾ വാങ്ങാൻ ഒരു ഭയങ്കരമായിട്ടുള്ള മുട്ടലുണ്ടാവും അല്ലേ? പക്ഷെ അത് ചെയ്യരുത്. വരവനുസരിച്ച് ജീവിക്കാനും ആവശ്യമുള്ള ചെലവുകൾ മാത്രം നടത്താനും ശ്രദ്ധിക്കണം. ഈ ആവശ്യമുള്ള ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ആക്ച്വലി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും രണ്ടാണ്. പല ആളുകൾക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാറില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും സോഷ്യൽ അപ്പിയറൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതായത് സമൂഹത്തിന് മുൻപിൽ നമ്മൾ സ്വയം എങ്ങനെ അവതരിപ്പിക്കണമെന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരു കാർ ഉണ്ടായിരിക്കുക എന്നത് നമ്മളിൽ പലർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ വളരെ വില കൂടിയ ഒരു ഫാൻസി മോഡൽ കാറിന് പണം ചെലവാക്കുക എന്ന് പറയുന്നത് ഉപയോഗത്തെക്കാൾ കൂടുതൽ ഒരു ഇമേജ് ഉണ്ടാക്കാനും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് സ്മാർട്ടായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മുടെ ശരിയായ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഇത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറ്റമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവ ഒരു പൂന്തോട്ടത്തിൽ വളരുന്ന അതിന്റെ ഭംഗി നശിപ്പിക്കുന്ന കളകളെ പോലെയാണ് എന്നാണ് പറയുന്നത്. ഇവ പെട്ടെന്ന് വളരുകയും പെരുകുകയും ചെയ്യും. ഏറ്റവും ധനികനായ ആൾക്ക് പോലും അയാളുടെ മുഴുവൻ ആഗ്രഹങ്ങളും തീർക്കാൻ സാധിക്കില്ല എന്നുകൂടിയാണ് ഈ പുസ്തകത്തിലെ ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് മാറ്റിവെച്ചതിന് ശേഷം ഉള്ളത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അടക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ലേണിംഗ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാവുന്നത് വാടക, ഭക്ഷണം, മറ്റ് ആവശ്യമായ സാധനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി വരവും ചെലവും കണക്കാക്കാൻ വേണ്ടി ഒരു ബജറ്റ് തയ്യാറാക്കുക എന്നതാണ്. ഇതിൽ വിനോദത്തിനും പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും അങ്ങനെയുള്ള എല്ലാ ചെലവുകളും നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. എവിടെയൊക്കെയാണ് പണം പോകുന്നത് എന്നറിയാനും എവിടെയൊക്കെ ചെലവുകൾ നമുക്ക് നിയന്ത്രിക്കാം എന്ന് മനസ്സിലാക്കാനും ഇത് നമ്മളെ സഹായിക്കും. ചെലവുകൾ കുറക്കുന്നതിലൂടെ വരവിനനുസരിച്ച് ജീവിക്കാനും ലോങ് ടേം വെൽത്ത് ബിൽഡ് ചെയ്യാനും നമുക്ക് കഴിയുകയും ചെയ്യും. പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബാബിലോണിലെ ഏറ്റവും പണക്കാരനായി മാറിയ അർക്കാദ് പറയുന്നുണ്ട്, വാട്ട് വി കോൾ നെസസറി എക്സ്പെൻസ് വിൽ ഓൾവേസ് ഗ്രോ ടു ഈക്വൽ അവർ ഇൻകം അൺലെസ് വി പ്രൊട്ടസ്റ്റ് ടു ദ കോൺട്രറി എന്ന്. നമ്മൾ അത്യാവശ്യ ചെലവുകൾ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ശ്രമിക്കാത്ത പക്ഷം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ലേണിംഗ് നമ്പർ 3, മേക്ക് മണി വർക്ക് ഫോർ യു. നിങ്ങളുടെ പണത്തിനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. നമ്മൾ ചെലവ് ചുരുക്കാനും സേവ് ചെയ്യാനും പറഞ്ഞല്ലോ നേരത്തെ. പണം ഇങ്ങനെ സേവ് ചെയ്ത് അത് എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതിന് പകരം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പാകത്തിന് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് ആ സേവിങ്സിനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ലേണിംഗ് നമ്മളേക്ക് പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ അർക്കാദ് അത് ചെയ്യുന്നത് അയാളുടെ കയ്യിലുള്ള സ്വർണം വിശ്വസ്തരായ ലോക്കൽ ബിസിനസ് ഓണേഴ്സിന് കടമായി നൽകി അവരിൽ നിന്നും പലിശ നേടിക്കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ പണം കൊണ്ട് സ്റ്റോക്കുകളും ബോണ്ടുകളും മ്യൂച്വൽ ഫണ്ടുകളും റിയൽ എസ്റ്റേറ്റുകളും ഒക്കെ വാങ്ങി നിക്ഷേപം നടത്താവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കൂട്ടുപലിശയിലൂടെ സമ്പാദ്യം
വളർത്താൻ വേണ്ടി നമ്മുടെ പണത്തെ നമുക്ക് ഉപയോഗിക്കാം. ഈ പാഠം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ ലൈക്ക് സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുകയും നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ, റിസ്ക് എടുക്കാനുള്ള ശേഷി എന്നിവയുമായി ചേർന്ന് പോകുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിലായിട്ട് പണം വിതരണം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ ഇതിനെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കും. ഇതുവഴി റിസ്ക് കുറക്കാനും വളർച്ചാ സാധ്യത കൂട്ടാനും സാധിക്കുന്നു. ഇത് കൂട്ടുപലിശയുടെ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സമ്പാദ്യം വളർത്താനും നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ഈ പുസ്തകത്തിൽ അർക്കാദ് പറയുന്ന ഒരു മെസ്സേജ് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. The gold we may retain from our earnings is but the start. The earnings it will make shall build our fortunes. Learn to make your treasure work for you. Make it your slave. Make its children and its children's children work for you. നമ്മുടെ വരുമാനത്തിൽ നിന്നും മാറ്റിവെക്കുന്ന പണം വെറും ഒരു തുടക്കം മാത്രമാണ്. അതിനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കണം, അതിനെ നമ്മുടെ അടിമയാക്കണം. അതിൻ്റെ മക്കളും അതിൻ്റെ മക്കളുടെ മക്കളും നമുക്ക് വേണ്ടി പണിയെടുക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ലേണിംഗ് നമ്പർ 4, നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുക. സമ്പത്ത് ഉണ്ടാക്കുന്നതിന് അതിൻ്റെതായ റിസ്കുകളുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു മോശം ഇൻവെസ്റ്റ്മെന്റിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പോലും പണം നഷ്ടപ്പെടുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് റിസ്ക് കുറച്ച് നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതെങ്ങനെ ചെയ്യും? ആദ്യം വിജയകരമായി സമ്പത്ത് ഉണ്ടാക്കുകയും അത് നീണ്ട കാലത്തേക്ക് നിലനിർത്തുകയും ചെയ്ത ആളുകളിൽ നിന്നും പഠിക്കുക. രണ്ടാമത്തേത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ വ്യാപിപ്പിക്കുക. അതായത് റിസ്ക് കുറച്ച് സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പണം വിവിധ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി ഓരോ ഓപ്പോസിറ്റുകളിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള റിസ്കുകളും റിവാർഡുകളും ശ്രദ്ധാപൂർവ്വം ഇവാലുവേറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ ഒഴിവാക്കുകയും വേണം. എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അനുഭവ പരിചയം ഇല്ലാത്ത ഒരാളിൽ നിന്ന് സേവിങ്സിന്റെ കാര്യങ്ങളിൽ ഉപദേശം എടുക്കുന്ന ഒരാൾ ആ അഭിപ്രായങ്ങളിലെ തെറ്റ് മനസ്സിലാക്കാൻ സ്വന്തം സേവിങ്സ് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണത്. അപ്പോൾ വിജയകരമായി സമ്പത്ത് ഉണ്ടാക്കുകയും അത് നീണ്ട കാലത്തേക്ക് നിലനിർത്തുകയും ചെയ്തവരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുക, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ വിപുലീകരിക്കുകയും ഓരോ ഓപ്പോസിറ്റുകളിലും സാധ്യതയുള്ള റിസ്കുകളും റിവാർഡുകളും ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുകയും ചെയ്യുക. ഈ വഴികൾ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് റിസ്ക് കുറച്ച് സമ്പത്ത് സംരക്ഷിക്കാനാകുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇനി ലേണിംഗ് നമ്പർ 5, ഓൺ യുവർ ഹൗസ്. വാടകയ്ക്ക് താമസിക്കുന്നതിനേക്കാൾ ഒരാൾ സ്വന്തം വീട് വാങ്ങുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ലേണിംഗ് പറയുന്നത്. പ്രതിമാസം മോർഗേജ് അടച്ച് കുറച്ച് വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിൽ പോലും സ്വന്തം അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു വീട് സ്വന്തമാക്കുന്നതാണ് നല്ലത് എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഈ ബുക്ക് ആദ്യം പബ്ലിഷ് ചെയ്ത ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഹൗസിംഗ് വിലകളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അത്ര ഫലപ്രദമാണോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ടാവാം. ചില മോഡേൺ ഫിനാൻസ് എക്സ്പേർട്സ് പറയുന്നത് മെയിൻ്റനൻസ്, ടാക്സുകൾ, മോർഗേജ് ഇൻട്രസ്റ്റ് എന്നിവയൊക്കെ കണക്കിലെടുക്കുമ്പോൾ റെന്റ് ചെയ്യുന്നതാണ് കൂടുതൽ സാമ്പത്തികമായിട്ട് നല്ലത് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ വീട് വാങ്ങിക്കണോ റെന്റ് ചെയ്യണോ എന്നുള്ളത് ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് നമുക്ക് പറയാം. അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. വീട് സ്വന്തമാക്കുന്നത് അഭിമാനവും സ്ഥിരതയും നൽകുമെങ്കിലും അതിനോടൊപ്പം തന്നെ ചെലവുകളും ഉണ്ട്. എന്നാൽ മറുവശത്ത് റെന്റ് ചെയ്യുന്നത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും ചില സാഹചര്യങ്ങളിൽ സാമ്പത്തികമായിട്ടൊരു നല്ല തീരുമാനവും ആയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ലക്ഷ്യങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അടുത്ത ലേണിംഗ് ഭാവിയിലേക്ക് ഒരു വരുമാനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ലേണിംഗ് നമ്പർ 6, എൻഷുർ എ ഫ്യൂച്ചർ ഇൻകം. നമ്മൾ ആരും എപ്പോഴും ചെറുപ്പക്കാരായിട്ട് ഇരിക്കില്ലല്ലോ, എപ്പോഴും ജോലി ചെയ്യാനുള്ള അവസ്ഥയിലും ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്ത് റിട്ടയർ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും സ്ഥിരമായ വരുമാനം ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. അർക്കാദ് പറയുന്നത് പോലെ സേവിങ്സിൽ ബുദ്ധിപൂർവ്വം നിക്ഷേപിച്ചും പാസീവ് ഇൻകം ഉണ്ടാക്കിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ ലൈഫ് ഇൻഷുറൻസോ മറ്റ് ഇൻഷുറൻസോ വാങ്ങിയും ഇത് ഉണ്ടാക്കാം. ഈ മാർഗ്ഗങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. ബുക്കിൽ അർക്കാദ് പറയുന്നുണ്ട്, വയസ്സുകാലത്ത് ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്കും കുടുംബത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് അഡ്വാൻസ് ആയി തന്നെ പണം കരുതി വെക്കണം എന്ന്. അപ്പോൾ നിങ്ങളുടെ സേവിങ്സ് ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്ത് പാസീവ് ഇൻകം ഉണ്ടാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സംരക്ഷണത്തിനായിട്ട് ശരിയായിട്ടുള്ള ഇൻഷുറൻസ് വാങ്ങിക്കൊണ്ടൊക്കെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ഭാവിക്കും കുടുംബത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ പണം കണ്ടെത്തി വെക്കുക. ഇനി അവസാനത്തെ ലേണിംഗ്, സമ്പാദിക്കാനുള്ള കഴിവ് കൂട്ടുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ലേണിംഗ് നമ്പർ 7, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഒരു നഷ്ടവും ഇല്ലാത്ത ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവനവനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എന്നുള്ളതാണ് ഉത്തരം. കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ മൈൻഡ് സെറ്റും സ്കില്ലുകളും വർദ്ധിപ്പിക്കണം. കൂടുതൽ അറിവുണ്ടെങ്കിൽ കൂടുതൽ സമ്പാദിക്കാനും കഴിയും. സമ്പാദിക്കാനുള്ള നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്കില്ലുകൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം.
നിങ്ങളുടെ സ്കില്ലുകൾ അല്ലെങ്കിൽ അറിവുകൾ കൂട്ടാവുന്ന ഏരിയ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടത് ചെയ്തുകൊണ്ടിട്ട് നമുക്കിത് തുടങ്ങാം. അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് പഠിക്കാം, അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ നേടാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ അവസരങ്ങളും ഉയർന്ന ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ടാവും. ഇത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ജോലിയിൽ ബാധകമാണ്. ഇവിടെ എഴുത്തുകാരൻ പറയുന്നൊരു കാര്യമുണ്ട്, പ്രിപ്പയർ ആയിട്ട് ഇരിക്കാത്ത ആളുകളുടെ കൂടെ ഒരു നിമിഷം പോലും പാഴാക്കാത്ത അഹങ്കാരിയായിട്ടുള്ളൊരു ദേവതയാണ് ഓപ്പർച്യൂണിറ്റി, അവസരം എന്ന് പറയുന്നതെന്ന്. അപ്പോൾ സ്കില്ലുകളും അറിവുകളും വർദ്ധിപ്പിച്ച് തന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, മെച്ചപ്പെടുത്തേണ്ട ഏരിയ കണ്ടെത്തിയിട്ട് നിലവിലെ അറിവുകൾ കൂട്ടി പുതിയത് പഠിച്ച് ഇത് നമുക്ക് ചെയ്യാം. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ സമ്പാദിക്കാനും വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള കൂടുതൽ അവസരങ്ങൾ തുറക്കാനും നിങ്ങൾക്ക് കഴിയും. സോ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ലേണിംഗ്സ്. നമുക്കിനി ഈ ബുക്കിലെ പ്രധാനപ്പെട്ട ലെസൺസ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് സ്പീഡിൽ പറഞ്ഞു നോക്കാം. നമ്പർ 1, ആദ്യം സ്വയം പേ ചെയ്യുക. ഏത് ചെലവിനും പണം നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനും വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ മറക്കാതിരിക്കുക. നമ്പർ 2, ചിലവുകൾ നിയന്ത്രിക്കുക. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വേർതിരിക്കുക. സമ്പാദിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സഹായിക്കാത്ത രീതിയിലേക്ക് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. നമ്പർ 3, നിങ്ങളുടെ പണത്തെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. ബുദ്ധിപൂർവ്വം സേവിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നേടിയിട്ട് സമ്പത്ത് കാലം പോകുന്തോറും വളർത്തുക. നമ്പർ 4, സാമ്പത്തിക അറിവ് ഉണ്ടാക്കുക. മണി മാനേജ്മെന്റ്, ഇൻവെസ്റ്റിംഗ്, മറ്റ് സാമ്പത്തിക കൺസെപ്റ്റുകൾ എന്നിവയെക്കുറിച്ച് അറിവ് നേടിയിട്ട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് സാമ്പത്തിക അറിവ് മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. നമ്പർ 5, നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുക. ഇൻഷുറൻസ്, റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജികളിലൂടെ തിരിച്ചടികളും അപ്രതീക്ഷിത സംഭവങ്ങളും പരിഹരിച്ച് സമ്പത്ത് സംരക്ഷിക്കാൻ മറക്കരുത്. നമ്പർ 6, ഇപ്പോൾ തന്നെ പണി തുടങ്ങുക. ഉടൻ തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞ പ്രിൻസിപ്പിൾസ് പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. പണിയെടുക്കാൻ വൈകിപ്പിക്കുന്നത് സാമ്പത്തിക വിജയം നീട്ടി കൊണ്ടുപോവുകയുള്ളൂ. നമ്പർ 7, ക്ഷമയോടെ സ്ഥിരത നിലനിർത്തുക. സമ്പത്തുണ്ടാക്കുന്നത് സമയവും അച്ചടക്കവും ആവശ്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിന്ന് അതിനായിട്ട് സ്ഥിരതയോടെ പ്രവർത്തിക്കുക. നമ്പർ 8, അധിക ബാധ്യത ഒഴിവാക്കുക. കടം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സ്വന്തം വരുമാനത്തിനുള്ളിൽ ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു ബേർഡനായിട്ട് കടം മാറിയേക്കാം. നമ്പർ 9, നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഓപ്പർച്യൂണിറ്റികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. റിസ്ക് കുറയ്ക്കാനും വിജയസാധ്യത വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ അറിവിനും സ്കില്ലിനും ഒക്കെ യോജിച്ച ഇൻവെസ്റ്റ്മെന്റുകളിലുള്ള ബിസിനസ്സുകളിലും വെഞ്ചറുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. ആൻഡ് നമ്പർ 10, സാമ്പത്തിക അറിവ് പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവും അതുപോലെ തന്നെ വീക്ഷണങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആ അവസാനത്തെ ലേണിംഗ്. സോ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന ബുക്ക് പണം സേവ് ചെയ്ത് കുറച്ചു മാത്രം ചിലവാക്കി പണം ശരിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സമ്പത്ത് സംരക്ഷിച്ച് വീട് വാങ്ങി റിട്ടയർമെന്റ് പ്ലാൻ ചെയ്ത് തന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ല പുസ്തകമാണ്. വളർന്നു വരാൻ ശ്രദ്ധയും നല്ല കെയറും വേണ്ട ഒരു മരമായിട്ട് പണത്തെ കണക്കാക്കുക. കഠിനാധ്വാനവും സ്ഥിരതയും കൊണ്ട് നമ്മുടെ ഈ മണി ട്രീ വളരും, വേഗത്തിൽ സമ്പത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കി അതിൽ സ്റ്റിക്ക് ചെയ്ത് വരുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുക. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ഈ ബുക്ക് റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ ഷെയർ ചെയ്യാം. അവ കൂടി കൺസിഡർ ചെയ്ത് പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.